ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശയജ്ഞത്തിന്റെ 364 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി സരസമ്മ ദിവാകരൻ, കോട്ടയത്ത് നിന്നാണ്. ശ്രീമതി സരസമ്മ വീഡിയോ ഓൺ ചെയ്തിട്ട് 3 പ്രാവശ്യം ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ വാണി വായിക്കുക. ഒരു 10 മിനിറ്റിനകം അത് തീർത്തിട്ട് സ്വന്തം അനുഭവങ്ങൾ പറയുക. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും. എല്ലാവർക്കും അന്തർശയജ്ഞത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സായിരാം. മ്യൂട്ടഡ് ആണ്. ഫോൺ മ്യൂട്ടഡ് ആണ്. മൈക്ക് മ്യൂട്ടഡ് ആണ്. ഓക്കെ. സായിരാം. ഞാൻ പാലായിൽ നിന്നാണ്. കോട്ടയം ജില്ലയിലെ പാലായാണ് നമ്മുടെ സ്ഥലം. അത് ബാക്കി കഴിഞ്ഞിട്ട് അവസാനം പറയാമല്ലോ. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. എല്ലാവർക്കും മാഡം ഒന്ന് പൊങ്ങിയിരിക്കണേ. സായിരാം, ഒന്ന് പൊങ്ങിയിരിക്കോ തല. ഒന്നും കൂടെ. മതി മതി മതി. ഓക്കെ സായിരാം. ഇനി വായിക്കണം അല്ലേ? വായിക്കുമ്പോ വേണമെങ്കിൽ വീഡിയോ അണച്ചോളൂ. പറയുമ്പോ വെച്ചാൽ മതി വീഡിയോ. സായിരാം, താങ്ക് യു. ശ്രീ സത്യസായി വാണി 8ാം ഭാഗം. അതില് ഭഗവാൻ ആഫ്രിക്ക സന്ദർശിച്ച് വന്നതിന് ശേഷം ധർമ്മക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ കാര്യമാണ് ഇവിടെ. 25ാമത്തെ അധ്യായമാണ്. പേര് അത്യുത്സാഹത്തിന്റെ പ്രത്യക്ഷപ്പെടൽ. മാനവ പുരോഗതിക്ക് സൃഷ്ടിപരമായ സംഭാവനകൾ നൽകാൻ ഭാരതീയ സംസ്കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതി ഒരു പടുകൂറ്റൻ വൃക്ഷമാണ്. ലോകം മുഴുവനും ശാഖോപശാഖകൾ വിടർത്തി ഏവർക്കും തണലേകുന്നു. ശാന്തതയും സമാധാനവും നൽകാനുള്ള മാർഗങ്ങൾ ഈ സംസ്കൃതി പഠിപ്പിക്കുന്നു. ഭൗതികതയിൽ അധിഷ്ഠിതമായ ശാസ്ത്രത്തിന് പ്രദാനം ചെയ്യാനാവില്ല. ഇന്നത്തെ ശാസ്ത്ര സത്യം നാളെ അസത്യമായെന്നും വരും. ഭാരതവർഷത്തിലെ പൂർവികരായ ഋഷിമാരെ കണ്ടെത്തിയ ആധ്യാത്മിക നിയമങ്ങൾക്ക് എന്നും വിലയുണ്ട്. ശാശ്വതമായ ശരികളാണ് അവ. ഇവയില് ഉപരിഗവേഷണം ചെയ്താൽ വജ്രകാന്തി കൂടുകയേയുള്ളൂ. ഭാരതം ലോകത്തിന് സത്യത്തിനൊരു വിലതീരാത്ത മുത്ത് നൽകിയിരിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയശേർജന തിഷ്ഠതി. സമസ്ത ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ വസിക്കുന്നു. ഈ സത്യം സാക്ഷാത്കരിക്കാതെ വരുമ്പോഴാണ് വ്യക്തികൾക്ക് കോപവും ഈർഷ്യയും വെറുപ്പും
പരസ്പരമുള്ള ഭിന്നതയും അകൽച്ചയും ഒക്കെ ഉണ്ടാവുന്നത്. കർണന് കൗന്ദയനാണെന്ന് അറിവില്ലായിരുന്നു. പഞ്ചപാണ്ഡവർക്കും സഹോദരനാണ് കർണൻ എന്നറിയില്ല. ഈ അജ്ഞത മൂലം കർണൻ പാണ്ഡവരുടെ നിത്യശത്രുവായി. പാണ്ഡവർക്കെതിരെ പടയൊരുങ്ങാൻ അമിത ആവേശം കാട്ടി. പാണ്ഡവരഞ്ചും കർണനെ നശിപ്പിക്കാനും ശ്രമം തുടങ്ങി. കർണന്റെ മരണത്തിന് ശേഷം സത്യം അറിഞ്ഞപ്പോൾ യുധിഷ്ഠിരനുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാനാവില്ല. സത്യം യുധിഷ്ഠിരനെങ്കിലും അറിഞ്ഞിരുന്നു എങ്കിൽ ഈ ദുഃഖം ഒഴിവാക്കാമായിരുന്നു, അല്ലേ? ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ് എവിടെയും എന്നും ആ ഈശ്വരൻ സമസ്ത ചരാചരങ്ങളിലുമുണ്ട് എന്നും അറിഞ്ഞാൽ വെറുപ്പോ പകയോ ഉണ്ടാവില്ല. പരസ്പരം സ്നേഹവിശ്വാസങ്ങൾ ഈടാർന്നു വായിക്കും. സാഹോദര്യം ഒരു തിരിച്ചറിവായാൽ യുദ്ധങ്ങൾ തന്നെ ഒഴിവാക്കപ്പെടും. എല്ലാ രാജ്യനിവാസികളും തീർത്ഥാടകരാണ്, ഈശ്വരന്റെ വഴിയിലൂടെ മുന്നേറുന്നവര്. സ്വഭാവ മഹിമയും അച്ചടക്കവും അനുസരിച്ചാണ് ഓരോരുത്തരുടെയും പുരോഗതി. അതുപോലെ തന്നെ നേതൃത്വശീലവും വിശ്വാസവും. ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒന്നും മറ്റൊന്നിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ ഓരോ സമുദായത്തിനും ആചാരാനുഷ്ഠാനങ്ങൾ വിഭിന്നമാണ്. ഒന്നിനെ മറ്റൊന്നാക്കി പരിവർത്തനപ്പെടുത്താനാവില്ല. നിങ്ങൾ വളർന്ന സാഹചര്യമാണ് പരമപ്രധാനം. ഏകമായ ഈശ്വരനെ കുറിച്ചുള്ള ബോധം സ്നേഹതത്വത്തിൽ അധിഷ്ഠിതമാണ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ ഞാൻ അത് അവതരിപ്പിക്കുകയുണ്ടായി. കമ്പാലയിലെ നെയ്റോബിയിൽ വെച്ച് ആത്മതത്വത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. നെയ്റോബിയിൽ ഞാൻ ഇറങ്ങിയ ദിവസം അവരുടെ അത്യുത്സാഹം ഒന്ന് കാണേണ്ടതായിരുന്നു. വിവരണാതീതം. പരമാനന്ദത്തിൽ ആറാടി നിൽക്കുകയായിരുന്നു ജനങ്ങൾ. വിശേഷാൽ വിമാനങ്ങളിൽ മുന്നറിയിപ്പൊന്നും കൂടാതെ ഞാൻ എവിടെയെല്ലാം പോയോ അവിടമാകെ ജനസമുദ്രമായിരുന്നു. സ്നേഹത്താലും ആനന്ദത്താലും അവരുടെ കണ്ണുകൾ തിളങ്ങിയിരുന്നു. നിങ്ങളുടെ മാംസചക്ഷുസിന് ഓരോ രാജ്യവും വെവ്വേറെ എന്ന് തോന്നും. ഒരേ തത്വത്താൽ നയിക്കപ്പെടുന്ന ഇവയെല്ലാം ഒന്നു മാത്രമാണ്. ഈശ്വരന് ഈ പ്രപഞ്ചം ഒരു മഹാസൗധം മാത്രം. ഓരോ രാഷ്ട്രവും ഓരോ മുറി മാത്രം. ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിൽ പോയി ഞാൻ മടങ്ങി വരുമ്പോൾ എന്തിനാണ് ഈ വരവേൽപ്പും സ്വീകരണവും സമ്മേളനവും ഒക്കെ? മറ്റൊരു സൗധത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല. ഇവയെല്ലാം എനിക്ക് സുപരിചിതങ്ങൾ തന്നെ. ഈശ്വരന് വ്യത്യസ്തതകൾ നിങ്ങൾ കാണരുത്. സർവവും ഏകം. ആദ്യം കമ്പാലയില് ആഫ്രിക്കക്കാർ ഒരു വശത്തും ഇന്ത്യക്കാർ മറുവശത്തുമാണ് നിന്നിരുന്നത്. അടുത്ത ദിവസം ഞാൻ പറഞ്ഞതനുസരിച്ച് അവര് ഒത്തിരുന്നു. സൗഹൃദത്തോടെ എല്ലാവരോടും ചേർന്ന് ഭജന പാടി. ഞാൻ യാത്ര പറയുമ്പോൾ ഇന്ത്യൻ സുഹൃത്തുക്കളോട് ചേർന്ന് അവർ കരയുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോലും എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അലമുറയിട്ടു. വിശ്വാസം നഷ്ടപ്പെട്ട നഗരമെന്ന് ഡോക്ടർ മുൻഷി ഇപ്പോൾ ബോംബെയെ വിശേഷിപ്പിച്ചുവല്ലോ. ധർമ്മത്തെക്കാൾ ധനത്തിന് ഇവിടുത്തെ ജനങ്ങൾ വില കൽപ്പിക്കുന്നു. ശരിയും നീതിയും പുലർത്തി ആത്മീയതയിലൂടെ ബോംബെ നിവാസികൾ ധർമ്മത്തെ പരിരക്ഷിക്കുമെന്ന് എനിക്കറിയാം. അവരിത് ചെയ്യും. ഇതിലേക്കുള്ള വഴികളെപ്പറ്റി കുറച്ചറിവേ അവർക്കുള്ളൂ. കമ്പാലയിലും നെയ്റോബിയിലും എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അതിനൊന്നും മുൻപരിചയമേ ഇല്ലായിരുന്നു. എൻ്റെ അടുത്തെത്താൻ അവർക്ക് വല്ലാത്ത തിടുക്കവും ഉത്സാഹവുമായിരുന്നു. സ്വീകരണം, സ്വാഗതം തുടങ്ങിയുള്ള ഇന്ത്യൻ ചടങ്ങുകളെ കുറിച്ച് അവർക്ക് വലിയ തിട്ടമില്ല. ഇവിടെ ബോംബെയിലുള്ള നിങ്ങൾ ധാരാളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തുന്നത് കേട്ടിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന അച്ചടക്കത്തെക്കുറിച്ചും നിങ്ങൾക്കറിവുണ്ടായിരിക്കും. ആഫ്രിക്കക്കാരാണ് നല്ലവര് എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പാദങ്ങളിൽ തൊട്ട് വന്നിക്കാൻ അവിടെ എന്തൊരു തിരക്ക്. ഞാൻ സൂചന നൽകാതെ അവരാരും തന്നെ പാദങ്ങളിൽ സ്പർശിച്ചില്ല. അവരുടെ ഭക്ത്യാദരങ്ങൾ ഹൃദയങ്ങളിൽ ഒതുങ്ങി. അതിരില്ലാത്ത ഭക്തി പ്രകടനം ഒരുമാതിരി ഹിസ്റ്റീരിയ ആയി മാറും. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ എൻ്റെ സന്ദേശം കേൾക്കാനും സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിക്കാനും ഔത്സുക്യം കാണിക്കുന്നു. അവർക്ക് ആന്തരിക ശാന്തി നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അവിടെയുള്ള അവർക്ക് ആന്തരിക ശാന്തി നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അവിടെയുള്ള മന്ത്രിമാരും കമാൻഡർ ഇൻ ചീഫും മേയറും തൊട്ട് സാധാരണക്കാർ വരെ ഒരുപോലെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ ഒരാനന്ദം അവര് അനുഭവിച്ചിട്ടേ ഇല്ല എന്നാണ്.
കമ്പാലയിലെ മേയർ ഞാൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുക ഇങ്ങനെ പറഞ്ഞു, ഒരു യാത്രയയപ്പ് നൽകുന്നില്ല, എപ്പോഴും സ്വാഗതം. എവിടെയും ധർമ്മം വിളയാടുന്നത് നിങ്ങൾക്ക് കാണാനാവും. ഏത് രാജ്യത്തിനും ഇന്നാവശ്യം തത്വങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തി സാഹോദര്യം വളർത്തുക എന്നതാണ്. ആധ്യാത്മിക സാധനയാൽ പ്രേമശാന്തികൾ ഉണർത്തി ഏവർക്കും മാതൃകകളാകേണ്ടവരാണ് ഭാരതത്തിലെ പുത്തൻ തലമുറ. നല്ല ഹിന്ദുക്കളാവുക. ഹിന്ദു എന്നാൽ ഹിംസയിൽ നിന്നും വളരെ അകന്നവൻ എന്നർത്ഥം. പ്രേമത്തിൽ മുഴുകി ഹിംസയെ തുടച്ചു മാറ്റുക. നിങ്ങൾക്ക് ശാന്തി ലഭിക്കും, നിങ്ങളിലൂടെ മറ്റുള്ളവർക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ധർമ്മക്ഷേത്രം, ബോംബെ, 14/7/1968. സായിരാം. ഇനിയും അനുഭവം പറഞ്ഞോളൂ. അനുഭവം പറയാന് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണേ. ആരാണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണേ. സെൽഫ് ഇൻട്രൊഡക്ഷൻ. സരസമ്മ ദിവാകരൻ, താമസിക്കുന്നത് പാലായില്. പിന്നെ സ്വാമിയെ കിട്ടുന്നത് 90കളിൽ മാത്രമാണ്. അത് തിരൂര് ഒരു സ്കൂളിൽ, അവിടെ ഒരു സ്കൂളിൽ ഒരു PSC അപ്പോയിൻമെന്റ് കിട്ടി പഠിപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ തിരൂര് തുഞ്ചൻപറമ്പിലേക്ക് പോകുന്ന വഴിക്ക് തിരൂര് സത്യസായി സേവാ സമിതിയിൽ നിന്ന് ഇങ്ങനെ ബോർഡ് കണ്ടു, വലിയ ബോർഡ്. അപ്പം അപ്പോഴൊക്കെ ആദ്യം ഇങ്ങനെ കാണുന്നത് തന്നെ, അധികമൊന്നും ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അത് തുഞ്ചൻപറമ്പിൽ പോയ വഴിക്ക് പല പ്രാവശ്യമൊക്കെ ഇങ്ങനെ പോയി അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ആ വർഷം തന്നെ ഭഗവാനെ മാതൃഭൂമിയുടെ സപ്ലിമെന്റിലൂടെ, ഭഗവാന്റെ ജന്മദിനത്തിന് മാതൃഭൂമി ഇറക്കുന്ന സപ്ലിമെന്റ് യാദൃശികമായിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങി. അതിനകത്ത് വായിച്ചപ്പോൾ എനിക്ക് അത്യത്ഭുതം തോന്നി. ഇങ്ങനെയൊരു പ്രപഞ്ചം ഉണ്ടോ? ഇങ്ങനെയൊരു പ്രപഞ്ചം ഉണ്ടായിട്ട് ഇതുവരെ അതൊന്നും മനസ്സിലായില്ലല്ലോ. ഇതുവരെ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പുസ്തകങ്ങൾ, ഷെർലക് ഹോംസിന്റെയോ അല്ലെ അങ്ങനത്തേതൊക്കെ വായിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അതുപോലെയുള്ളത്, പിന്നെ ബാക്കി സാധാരണ പുസ്തകങ്ങൾ. പക്ഷെ ഇത് ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്. അതുകൊണ്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കിട്ടുന്നതിന് മുമ്പും ഭഗവാനെ അറിയാൻ ഇടയായതിനു ശേഷവും എന്ന് ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കാം. അത്ര ഇതാണ്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഭഗവാൻ വേണ്ട പോലെ ഒരുക്കി എടുത്തു. കാരണം ഒരു ചെറിയ വയ്യായിക വന്നപ്പം പെട്ടെന്ന് അത് മാറുമെന്ന് ഓർത്തു, പക്ഷെ മാറിയില്ല. അവസാനം പ്രകൃതി ജീവനം മനസ്സിലാക്കി. പ്രകൃതി ജീവനമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള ശ്രദ്ധ മനസ്സിലായി. അപ്പം ഭക്ഷണത്തിൽ വേണ്ട പരിവർത്തനമൊക്കെ വരുത്താൻ മനസ്സുകൊണ്ട് തയ്യാറായി. അങ്ങനെ മനസ്സുകൊണ്ട് തയ്യാറാക്കി കഴിഞ്ഞ് പുറകെ സ്വാമി വന്നതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തെ പറ്റി ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അത് ഇന്നും അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ച് ഭഗവാന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങളിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട് കഴിഞ്ഞു. ആദ്യം തന്നെ അതൊക്കെ ശരിയാക്കിയിട്ടാണ് ഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഭഗവാൻ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഭഗവാന്റെ ആന്തരികമായ പരിവർത്തനമാണ് എനിക്ക് കാര്യമായിട്ട് വന്നത്. എല്ലാ ആളുകളിലും ദിവ്യത ദർശിക്കാനുള്ള ഒരു മനസ്സ് ഓരോ വർഷം കഴിയും തോറും വന്ന് ഇപ്പം നമുക്ക് ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലത്തെ ശ്ലോകങ്ങൾ അതുപോലെയൊക്കെ അതിലേക്കൊക്കെ നമുക്കൊരു ശ്രദ്ധ വരാൻ തുടങ്ങി. അതൊരു ഭാഗ്യമായിട്ട്. പിന്നെ പുസ്തകങ്ങളിൽ എന്തുമാത്രം അറിവുകളാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ മറ്റുള്ള പുസ്തകങ്ങളിലേക്കാളും ഇപ്പോൾ ഉദാഹരണത്തിന് പുരാണങ്ങളിൽ എന്തോരം പഠിച്ചാൽ അതിൻ്റെ തത്വങ്ങളൊക്കെ ഇപ്പം ഏകാദശ സ്കന്ധവും ഒക്കെ വരുമ്പോഴേക്കേ അല്ലേ ഒരു തത്വങ്ങളൊക്കെ വരുന്നത്. ഇവിടെ സ്വാമി വാരിക്കോരി തന്നിരിക്കുമല്ലേ എല്ലാ തരത്തിലുള്ള അറിവുകളും. വളരെ വിശദമായിട്ട് മറ്റുള്ള ബുക്സൊക്കെ വായിച്ച് കുറേയൊക്കെ അറിയാമെങ്കിലും സ്വാമി പറഞ്ഞിരിക്കുന്ന വാണികൾക്കകത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സമയം അറിയാവോ? പിന്നെ അതുപോലെ ആഫ്രിക്കയിൽ സ്വാമി ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഉത്സാഹം രാത്രി 12 മണിക്കോ അങ്ങനെയൊക്കെ ചെന്നപ്പോൾ തന്നെ അവിടെ എത്രയോ 10,000-ങ്ങളായിരുന്നു ഇരുന്ന് ഭജന പാടുന്നു അച്ചടക്കത്തോടെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും മാനവരാശി മുഴുവനും എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ദിവ്യത അനുഭവിച്ചറിഞ്ഞ ഒരു വിഭാഗവും
ദിവ്യത അനുഭവിച്ചറിയാത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്നാൽ ദിവ്യത അനുഭവിക്കാത്ത ആളുകൾക്ക് സാവകാശം ഭഗവാൻ കൊടുക്കുവാണ് അവസരങ്ങൾ. എന്നെയൊക്കെ ഭഗവാൻ കൂട്ടിയത് യോഗ്യതയൊന്നും നോക്കിയിട്ടൊന്നുമല്ല. ഇങ്ങനെ പറയല്ലേ, സീറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തപ്പം എന്നാ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ സ്വാമി അങ്ങ് എക്സ്പാൻഷൻ നടത്തിയ സമയത്ത് എനിക്കും ഒക്കെ ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ വിചാരിക്കുന്നതും ഞാൻ എല്ലാവരോടും പറയുന്നതും എല്ലാവർക്കും അർഹതയുണ്ട് ഭഗവാനെ കിട്ടാൻ. എനിക്ക് കിട്ടി, അപ്പോൾ അതുപോലെ എല്ലാവർക്കും കിട്ടാൻ അർഹതയുണ്ടെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ആളുകളിലേക്കും, സാധാരണ വീട്ടമ്മമാരിലേക്ക്, സാധാരണക്കാരായ അമ്മമാരിലേക്ക് ഭഗവാന്റെ ദിവ്യമായ ഈ സന്ദേശം എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ആളുകളെ പുട്ടപർത്തിയിൽ സർവീസിന് കൊണ്ടുപോകാനും അപ്പം അവർ സർവീസിനൊക്കെ കൊണ്ടുപോയി തിരിച്ചു വരുമ്പം അവരുടെ ആ നിഷ്കളങ്ക മനസ്സ് കാരണം അവർക്ക് അത് വേണ്ടതുപോലെ ഭഗവാനെ ഉൾക്കൊള്ളാൻ പറ്റുവാണ്. അല്ലാതെ വലിയ ആളുകളുമായിട്ട് വലിയ ആളുകളല്ല, സാധാരണക്കാർ അവരാണെങ്കിൽ എല്ലാവരോടും ഭഗവാന്റെ മഹത്വം പറഞ്ഞുകൊണ്ടും നടന്നോളും. അങ്ങനെ ഇതുവരെ കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ ഭഗവാന്റെ ദിവ്യത അറിയാൻ അവസരം കിട്ടും. പിന്നെ ജയിലിൽ കിടന്ന ആളുകൾ, ജയിലിൽ ആ ഒരു കുറ്റവാളി ചെന്നപ്പം അദ്ദേഹത്തിന് കുറച്ച് ദിവ്യത കിട്ടിയത് കൊണ്ട് ജയിലിൽ സത്സംഗവും ഭജനയും കാര്യമൊക്കെ നടത്തി. അങ്ങനെ ജയിലിൽ ഉള്ള ആളുകൾക്കും കൂടി ഒരു ചിന്തയുണ്ടായി, ഞങ്ങൾക്കും വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും, ഇതുവരെയുള്ള അധപ്പതിച്ച ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ജയിലിലുള്ള ആളുകൾക്ക് തോന്നലുണ്ടായി. ഒരാൾ കാരണം. അങ്ങനെ ഉണ്ടല്ലോ കഥ, ഭഗവാന്റെ കഥ. അതുപോലെ തന്നെ ഒരാളുടെ ആത്മാഭിമാനത്തിന് മുറിവേക്കാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ സ്വാമി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ എന്തൊരു വലിയ മാതൃകയാണ്. ആത്മാഭിമാനത്തിനെ മുറിവേൽപ്പിക്കരുതെന്നുള്ളത് സ്വാമിയുടെ ഒരു വലിയ തത്വം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. എത്രയോ മഹത്തായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ സ്വാമി ഉദാഹരണ സഹിതം കാണിച്ചു തന്നേച്ച് ഇപ്പോൾ മാറി നിൽക്കുന്നത്. എന്നിട്ട് സ്വാമി എല്ലാം വീക്ഷിക്കുകയാണ്, എല്ലാവരും എങ്ങനെ പെരുമാറുന്നു, എല്ലാവരും എങ്ങനെ പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ സ്വാമിക്ക് നിരാശ വരികയല്ലാത്ത പോലെ തന്നെ നമ്മൾ എല്ലാവരിലും ആ സമഭാവന വളർത്താൻ ശ്രമിക്കുകയും, ഇനി താഴ്ന്ന ആ മനോനിലയിൽ എത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു വീക്ഷണം കൊണ്ട് അവരെയും കൈപിടിച്ചുയർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ എന്ത് കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്നവരും അവർ അജ്ഞാനത്തിൽ നിന്നുമാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഒരു കുഴപ്പം ചെയ്യുകയല്ലോ. ആ അജ്ഞാനത്തിൽ നിന്നും ആണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് കരുതി അവരോട് സഹതപിക്കുകയും അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ചെയ്യുകയും ചെയ്യുക. പലപ്പോഴും ആളുകൾക്ക് തോന്നും, ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പം പറയും, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയും. ശരിയാ, സ്വാമിയല്ലേ നമുക്കിതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. സ്വാമി പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്കും ഇതൊക്കെ മനസ്സിലാകുന്നത്. അപ്പം എന്ത് വേണ്ടി, ബേസിക്കലി ഒരു പക്ഷേ നമുക്കൊരു ദയയും കരുണയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തോ കാരണം കൊണ്ട് ഭഗവാന്റെ ദിവ്യത എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ രഥഘോഷയാത്ര നടത്തുമ്പം ഞാൻ ഇങ്ങനെ ഇവിടെ കോട്ടയം ജില്ലയിൽ എല്ലായിടത്തും നമ്മളിങ്ങനെ പറയുകയാണ്, പുട്ടപർത്തിയിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി സ്വാമി ഇങ്ങോട്ട് വരുവാണല്ലോ. സ്വാമി ഇങ്ങോട്ട് വരുന്ന സമയത്ത് പരമാവധി സാധാരണക്കാർക്ക് വഴിയരികിൽ നിന്നെങ്കിലും കാണാൻ ഒരവസരം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനും കൂടെ വേണ്ടതുപോലെ സഹായിച്ചാലോ അത് അത്രയും വ്യാപകമാകുള്ളൂ. ഭഗവാൻ അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് എത്തട്ടെ, എല്ലാ ഹൃദയങ്ങളും പവിത്രീകരിക്കട്ടെ. ഭാരത സംസ്കാരത്തിനനുസരിച്ച് ഭാരതത്തിലെ ഈ വലിയ തത്വങ്ങൾ അത് സാധാരണക്കാരിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയൊന്നും വേണ്ടതുപോലെ ഈ തത്വങ്ങളെ ഉൾക്കൊള്ളാതെയൊക്കെയാണ് പോകുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ യഥാശക്തി എല്ലായിടത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും ഭഗവാന്റെ ദിവ്യത എത്തിക്കാനായിട്ട്, ഭഗവാന്റെ ആ ദിവ്യമായ ആ പ്രേമം, കരുണ, അതെല്ലാം എല്ലാവരിലേക്കും എത്താൻ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഉപകാരമാകട്ടെ എന്ന് വിചാരിക്കുക. വേറെ ഇന്നലെ സംസാരിച്ച അരവിന്ദാക്ഷൻ സാറ്, അദ്ദേഹമൊക്കെ 65 തന്നെ ചെന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പം ഞാൻ വിചാരിക്കുകയാണ്, കരുണാംബ രാമമൂർത്തിയോട് പിന്നെ സ്വാമി പറഞ്ഞ കാര്യം, കരുണാംബ രാമമൂർത്തി നേരത്തെ തന്നെ ചെന്നല്ലോ.
അപ്പം സ്വാമിയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെ ഭാവിയിൽ എൻ്റെ ഭക്തന്മാർ വന്ന് ചോദിക്കുമ്പം നീ ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും, അതുകൊണ്ട് ഇതൊക്കെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അവര് ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. പിന്നെ അത് ബുക്കായി. ആ ബുക്കാണല്ലോ പിന്നെ അത് ആവർത്തിച്ച് വായിച്ചു. ആനന്ദദായി. ആ അങ്ങനെ അന്നേരം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ സാറിന് ഇതിനൊക്കെ വളരെ 65 തൊട്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അതൊക്കെ ഓരോന്ന് എഴുതി സൂക്ഷിച്ചു വെച്ചത് അച്ചടിച്ച് പുതിയ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഇടയായെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഇതിനകത്തുള്ളതിൽ തന്നെ ഞാനൊക്കെ ഏറ്റവും ജൂനിയർ ആണ്. ഇതിനകത്തുള്ള സീനിയർ ആളുകൾക്കൊക്കെ അന്നുണ്ടായ അനുഭവങ്ങളെല്ലാം മറ്റു പുസ്തകങ്ങളിൽ നിന്നൊന്നും വായിക്കാൻ കിട്ടിയെന്ന് വരികയില്ല. അവരവരുടെ അനുഭവങ്ങൾ അവരത് ഷെയർ ചെയ്യാൻ ആയാല് ഭാവി തലമുറയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകും. അതുകൊണ്ടാണല്ലോ കരുണാമ്പ രാമമൂർത്തിയോട് സ്വാമി അങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഒത്തിരി കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പ്രസിദ്ധീകരിക്കാനും നമ്മുടെയൊക്കെ കൈകളിൽ എത്താനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും സ്വാമിയിൽ നിന്നും ഉണ്ടായ ദിവ്യമായ അനുഭവങ്ങൾ ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ആ ധനം, ദിവ്യമായ ആ ധനം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എല്ലാ ഹൃദയങ്ങളെയും നിരാശയിൽ നിന്നും ഉയർത്തി എല്ലാ മുഖങ്ങളിലും സന്തോഷം, എല്ലാ മുഖങ്ങളും തിളങ്ങട്ടെ, സ്വാമിയുടെ ദിവ്യത എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഇടയാവട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ ശ്രീചരണങ്ങളിൽ വന്ദിക്കുന്നു. ഭഗവാന്റെ ശ്രീചരണങ്ങൾ അങ്ങനെ ആ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിരാം. അല്ല ടീച്ചറിന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയും. പേഴ്സണലായിട്ട് അനുഭവം ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണക്രമത്തിലുണ്ടായ മാറ്റം. പിന്നെ പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് അറിവുകൾ കിട്ടാനായിട്ട് സ്വാമിയെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ ആധ്യാത്മിക അറിവുകൾ കിട്ടിയത്. സ്വാമിയെ കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആധ്യാത്മിക അറിവുകൾ കിട്ടുകയില്ല. വെറും ഭൗതിക അറിവുകളുടെ പുറകെ മാത്രമേ പോകുള്ളൂ. പിന്നെ ആളുകളിലെ ഉള്ളിലെ ആ ദിവ്യത നമുക്ക് മനസ്സിലാക്കാനും എല്ലാവരെയും ആ സമബുദ്ധിയോടുകൂടി കാണാനും ഭഗവത്ഗീത ശ്ലോകം പഠിക്കാനുള്ളതല്ല, പകരം അത് പ്രാക്ടിക്കൽ ആക്കാനാണ് ആനന്ദമാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായതാണ് എനിക്കുള്ള ഒരു പേഴ്സണൽ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലുമത്തിന് കാര്യത്തിന് ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്വാമിക്കറിയാമല്ലോ, അങ്ങ് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും സന്തോഷമായിട്ടിരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ ചെറിയ കാര്യം കിട്ടിയെന്നാലും കരഞ്ഞുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. ഇപ്പൊ പോയിട്ട് അതിന് പകരം എന്താ എങ്ങനെയൊക്കെയാണെങ്കിലും സ്വാമിയുടെ ആ ദിവ്യത ഉള്ളിലുള്ളത് കൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ആ ദിവ്യമായ അനുഭവമാണ് എനിക്ക് ഏറ്റവും എല്ലാവരോടും പറയാനുള്ളതും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ളതും എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വാമി കൂട്ടത്തിൽ കൂടുമ്പോൾ എല്ലാ സമയത്തും ഒരു സത്സംഗ മൂഡിലിരിക്കാനുള്ളൊരു അവസരമൊക്കെ സ്വാമി അറിഞ്ഞു തന്നിരിക്കുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ് പിന്നെ സത്യശിവ സുന്ദരം 4 ഓളിയോ നന്നായി വായിച്ച് പഠിച്ചു കഴിഞ്ഞ് വേണ്ടതുപോലെ സ്വാമിയെ ഉൾക്കൊണ്ടു എന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും സ്വാമി പിന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒരു അപ്പോയിൻമെന്റ് തന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചപ്പോൾ ഞാനോട്ട് നാട്ടിലേക്ക് പോരാമല്ലോ എന്ന് കരുതി മലപ്പുറത്തു നിന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള എല്ലാ ട്രാൻസ്ഫറും അതും ഇതെല്ലാം ഉള്ളപ്പോൾ അവിടെയെല്ലാം സ്വാമിയുടെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഇപ്പം റിട്ടയർമെന്റ് എല്ലാം കഴിഞ്ഞിട്ട് സമയം തീരെ ഇല്ലല്ലോ, എല്ലാ സമയത്തും ഓരോരോ വർക്കുകളല്ലേ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്നു. ഭഗവാൻ തന്ന ഓരോ ദിവ്യമായ ആശയപരമായ ഉയർച്ച, ആത്മീകമായ ഉയർച്ച, അതാണ് ആക്ച്വലി എനിക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. സായിരാം. അതെ, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. സിംഗ്ലെയർ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യൻ, അദ്ദേഹത്തിനോട് സ്വാമി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു സേവനം ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കോടീശ്വരനാണ്. അപ്പൊ സ്വാമിക്ക് വേണ്ടി എന്ത് ചെയ്യണം, എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹം. അപ്പൊ സ്വാമി എന്ത് വേണമെങ്കിലും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ സ്വാമി പറഞ്ഞു, നീ സന്തോഷമായിട്ടിരിക്കുക, അതാണ് എനിക്ക് നീ തരേണ്ട സേവനവും സമ്മാനവും. അപ്പൊ ഭഗവാൻ അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും, എല്ലാ അവസരങ്ങളിലും ദ്വൈതഭാവങ്ങളില്ലാതെ. അതാണ്
ടീച്ചർ വളരെ നന്നായിട്ട് എല്ലാം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇനി ഭഗവാന്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണം. സായിരാം. సాయిరామ్. ప్రతి డాక్టర్ కూడాను ప్రాక్టికల్ లోపల ఈ క్రియలో ప్రవేశించి పేషెంట్స్కి తగినటువంటి ఉత్సాహ ప్రోత్సాహాలను ఆరోగ్య మహాభాగ్యాన్ని కూడాను అందించడానికి తగిన కృషి చేయాలి. Every doctor must make an effort to put into practice what all they have learned and help the world. ఇలాంటి త్యాగ మనుషులైనటువంటి యొక్క డాక్టర్స్ మా యొక్క ఆసుపత్రిలో ఉండటం చేతనే 2 సంవత్సరాల బేబీ మా యొక్క హాస్పిటల్. We have in our hospital the doctors of sacrifice. Our hospital is just 2 years old. ఇలాంటి బేబీగా ఉన్నటువంటి హాస్పిటల్ ఇంత కీర్తిని ఇంత విఖ్యాతిని సాధించిందంటే ఇందులో చేరినటువంటి యొక్క వైద్యులు, దానికి తగినటువంటి సహాయకారులైనటువంటి టెక్నీషియన్స్, దానికి సహాయకారులైనటువంటి నర్సెస్, దానికి సహాయకారులైనటువంటి వాలంటీర్స్ అందరి యొక్క చేరిక చేతనే ఇది ఇంత అభివృద్ధికి వచ్చింది. Such a baby institution should come to the front, earning reputation because of doctors, technicians, nurses and volunteers. డాక్టర్స్ చాలా ఉత్సాహాన్ని ప్రోత్సాహాన్ని అందిస్తూ ఉంటారు. Doctors are highly enthusiastic. చాలా మంది హైదరాబాద్ నుంచి వచ్చి కూడాను మన సోమరాజు వీళ్ళ గ్రూప్ కూడా వచ్చి ఎంతో పని చేస్తూ ఉంటారు. Many doctors, Somarazu and others, come from Hyderabad. ఇంకా ఢిల్లీ నుంచి కూడాను అనేక మంది వచ్చి చేరుతుంటారు టీమ్. From Delhi also, there will be a team of doctors visiting this place. ఈ ఇరువురి వల్ల కూడాను ఎంతో ఆసుపత్రి చక్కని విజయాన్ని సాధిస్తూ వస్తుండాలి. Because of the combination of these two teams, that this hospital could have accomplishments. అని కాదు, అందరి యొక్క సహాయం కూడా ఇందులో ఏకమై ఉంది. Not only these two, many also helped. చేతిలో 5 వేళ్లు ఉన్నాయి. The hand has 5 fingers. ఈ 5 వేళ్లు కలిసినప్పుడే ఒక పనిని మనం సుఖంగా చేయగలం, కానీ ఒక్కొక్క వేలు ఏ మాత్రమూ చేయలేదు. When all 5 fingers join, you can do anything, not separate. అందరూ కూడా భక్తి శ్రద్ధలతో చేస్తున్నారు. They have been serving with devotion and sincerity. ఎంతో అపేక్షతో పేషెంట్ చాలా ప్రీతితో చూస్తూ చేస్తున్నారు. They have been taking every possible care of all the patients. ఇంకా కొత్తవి కూడా ఎంతెంతో చేస్తున్నారు తెలియకుండా. They have been doing many new things here. మా సోమరాజు వచ్చేసేసి ఏదో బెలూన్లని దానివల్ల కూడా సుఖమైనటువంటి యొక్క ఆపరేషన్లు జరిగి కొంతవరకు పేషెంట్స్ కు శాంతిని చేకూర్చాడు. Dr. Somarazu also operated recently with the help of the balloon and also cured the disease. మన హాస్పిటల్లో అన్ని రకములైనటువంటి ట్రీట్మెంట్స్ కూడా జరుగుతుండాలి. So in our hospital, various kinds of treatments are given. రోగికి తగినంత వరకు సాధ్యమైనంత వరకు ఆపరేషన్లు కాకుండా కొంతవరకు ట్రీట్మెంట్స్ తోనే జరిగిపోయడానికి కూడా చాలా ప్రయత్నం చేస్తున్నారు. They have been also taking care to avoid operation and give the treatment. అంతటికి శ్రద్ధావాన్ లభతే జ్ఞానం, శ్రద్ధ ఉండటం చేతనే ఇంతవరకు చేస్తున్నారు. It's all because of this steadfastness and sincerity they అందరూ could do. చాలా శ్రద్ధాభక్తులతో చేస్తుంటారు. All do with all sincerity. చాలా మంది ఇలాంటి హాస్పిటలే లేదు అని చెప్పి అనుకుంటారు. నా ఉద్దేశం అంటే ఇలాంటి డాక్టర్స్ చిక్కటం చాలా కష్టం. Many say that there are no hospital of this nature, but Swami says it's rather difficult to get ఇలాంటి మంచి doctors. డాక్టర్స్ మాకు చిక్కటం చేతనే ఎంతో విజయాన్ని సాధిస్తూ వస్తున్నాం. Because we could have very good doctors, we could have all achievement. ടീച്ചറെ ഒരു പാട്ട് പാടിക്കോളൂ, ഭജന. സായിരാം. ഞാൻ അങ്ങനെ ഭജന പാടുന്നില്ല, ഇങ്ങനെ ഏറ്റുപാടുമൊക്കെ ചെയ്യുന്നുള്ളൂ. എങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു അതുകൊണ്ട് ഞാൻ ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും പോരായി കണ്ടേ പൊറുക്കണേ. ഗുരു മഹിമ സത്യ സായി മഹിമ അപാര മഹിമ സായി മഹിമ ഗുരു മഹിമ സത്യ സായി മഹിമ അപാര മഹിമ സായി മഹിമ കിം വചനീയം ഗുരു മഹിമ കിമ വചനീയം സായി മഹിമ കിം വചനീയം ഗുരു മഹിമ കിമ വചനീയം സായി മഹിമ അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാ പ്രബോധക സായി മഹിമ
അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാ പ്രബോധക സായി മഹിമാ ഗുരു മഹിമാ സത്യ സായി മഹിമാ അപാര മഹിമാ സായി മഹിമാ കിം വചനീയം ഗുരു മഹിമാ കിമവചനീയം സായി മഹിമാ അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാ പ്രബോധക സായി മഹിമാ അജ്ഞാനനാശക സുജ്ഞാന പോഷക പ്രജ്ഞാ പ്രബോധക സായി മഹിമാ ഗുരു മഹിമാ സത്യ സായി മഹിമാ അപാര മഹിമാ സായി മഹിമാ. സായിരാം. സായിരാം സായിരാം. അതായത് ടീച്ചർ പറഞ്ഞതും വായിച്ചതിനും അനുസരിച്ചിട്ടുള്ള ഒരു ഭജന തന്നെ തിരഞ്ഞെടുത്ത് പാടുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. സായിരാം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ടീച്ചറിനും ടീച്ചറിന്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിരാം. സായി ഉപമ. ശരീരം ഈശ്വരന്റെ ക്ഷേത്രമാണ്. ശരീരത്തിന്റെ ഉടമസ്ഥന് ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരിലും ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സത്പ്രവർത്തികൾക്ക് പ്രേരണ നൽകുന്നതും ദുഷ്പ്രവർത്തികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും ഈശ്വരനാണ്. ആ ശബ്ദം ശ്രദ്ധിക്കുക, അനുസരിക്കുക. നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. തന്റെ നെക്ലസ് കളഞ്ഞു പോവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിലപിക്കുന്നു. അവരെല്ലായിടത്തും നോക്കി കിട്ടാത്തതിനാൽ അവർക്ക് ആശ്വസിപ്പിക്കാനാകാത്ത വണ്ണം ദുഃഖിതയായി. അവർ ഒരു കണ്ണാടിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ആ നെക്ലസ് അവരുടെ കഴുത്തിൽ തന്നെ കിടക്കുന്നത് കാണുകയുണ്ടായി. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒരിടത്തും പോയിരുന്നില്ല. അതുപോലെ നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈശ്വരൻ നിങ്ങളുടെ അന്തരംഗവാസിയായി നിലകൊള്ളുന്നു. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി.